ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യമായി കൂടുതൽ പ്രണവ് അടുത്ത് വരികയാണ് കേട്ടോ. ഈ സമയം പ്രണവ് ഇങ്ങനെ അടുക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷവതിയാണ് കേട്ടോ. നിധിയും അതുപോലെ തന്നെ ഗൗതമും കേട്ടോ. ഇതേ സമയം പാറു പറയണ മോളെ, എങ്ങനെയെങ്കിലും ഈ വിവാഹം, അവൻ്റെ മനസ്സിൽ പെൺകുട്ടിയോട് പ്രണയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നീ നടത്തി തന്നാൽ, നീ ചോദിക്കുന്നത് ഞാൻ തരുമെന്ന് പറയട്ടോ. ഇതേ സമയം നിധി പറയണ, അമ്മ ചോദിക്കുന്ന എന്തും തരുമോ? എന്തും തരുമെന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, അമ്മയോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടും, അതങ്ങ് അമ്മ നടത്തി തരണമെന്ന് പറയട്ടെ. അതെന്താണ് എന്നിങ്ങനെ നിധിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയണം, അത് അപ്പം പറഞ്ഞാൽ പോരെ, ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നിധി ആ വാക്കുകൾ മാറ്റുന്നു കേട്ടോ. ഒന്നുമല്ലായിരിക്കും നിർമ്മലയെക്കുറിച്ചുള്ള ആ സത്യം, അതായത് നിർമ്മലയുടെ മകനാണ് ഗൗതം എന്ന് നിർമ്മലയെക്കുറിച്ച് ആവശ്യപ്പെട്ടത് ഗൗതമിനോട് പാറു തന്നെ പറയണമെന്നല്ല ആ ഒരു ആവശ്യമായിരിക്കും കേട്ടോ. അപ്പോൾ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതേ സമയം ഇങ്ങനെ വണ്ടിയിൽ യാത്രയാവുമ്പോൾ പ്രണവ്, എന്താടാ പ്രണവേ, നിനക്ക് അവളോട് ഇഷ്ടമൊക്കെ ഉണ്ടോ? നിൻ്റെ പെരുമാറ്റത്തിൽ അങ്ങനെ തോന്നുന്നു, അവളുമായി ചുറ്റിപ്പറ്റി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് ആ കുട്ടി, ആടാ നീ കുഴപ്പമില്ലല്ലോ. അപ്പോഴാണ് പാറുവിന് ഈ തരിപ്പിൽ പോകുന്ന ആ ഒരു സീനൊക്കെ ഇന്നലത്തെ റിവ്യൂവിൽ പറഞ്ഞല്ലോ, അങ്ങനെ വെള്ളം വാങ്ങി കൊണ്ടുവരുന്നു. ആ സമയമാണ് ഇങ്ങനെ നിധിയുടെ കൺമുന്നിൽ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. അതായത് നിധി ഇങ്ങനെ രണ്ട് പേരിങ്ങനെ വഴക്ക് കൂടുന്ന, ഒരാളുടെ ജീവിതം തകർത്തിട്ടല്ല നീ മറ്റൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി സംസാരിക്കുന്ന ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിധിക്ക് വല്ലാത്ത വേദനയാവുകയാണ്. പിന്നീട് നിധി വീട്ടിൽ വരുന്നുണ്ട്. പക്ഷെ നിധി അവിടുന്ന് വന്നത് മുതൽ വളരെ ടെൻഷനിലായിരിക്കും കേട്ടോ. റൂമിൽ തന്നെ ഇങ്ങനെ അടച്ച് കിടക്കുന്ന ആ ഒരു ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയോ ഒരു പന്തികേട് ഇങ്ങനെ പാറുവിന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിലോ പ്രണവിൻ്റെ അടുത്തോട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പ്രണവിനെ വരുതിയിലാക്കാനുള്ള പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വസുന്ധര വന്നിട്ട് പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ പ്രണവേ, ഒരു കാര്യവും പറയണ്ട, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോയത് അതൊന്ന് ചോദിക്കട്ടെ. ആ അമ്പലത്തിൽ വെച്ച് എന്താ അമ്പലത്തിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു കാര്യം നടക്കാനിരിക്കുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി എന്ത് കാര്യം, ഒന്നുമില്ല, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ പ്രണവിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ഈ പറയുന്ന വസുന്ധര നിൽക്കുകയാണ് കേട്ടോ. ഇവൻ ഇത്ര സന്തോഷവാനായിരിക്കുന്നത്, എന്തായിരിക്കും അത് സത്യത്തിൽ എന്താ അറിയാൻ വസുന്ധര ഒരുപാട് തേടി നടക്കും കേട്ടോ. പക്ഷേ വസുന്ധരയ്ക്ക് കഴിയില്ല. പക്ഷേ ഇപ്പുറത്ത് പ്രണവ് ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് കൂട്ടുകയാണ്. ഐശ്വര്യമായിട്ടുള്ള ഒരു സ്നേഹം, അത് എനിക്ക് ദൃഢമായതാണ്, നിധി ചേച്ചിയെ പോലെ നല്ലൊരു പെൺകുട്ടിയാണ്, അവളാണ് ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ടത് എന്നൊക്കെയുള്ള ഐശ്വര്യമായ അമ്പലത്തിൽ തീ പിടിക്കാൻ ഒരുങ്ങുമ്പോഴുണ്ടായ ആ സീനും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രണവ് വീണ്ടും ആലോചിക്കാൻ കേട്ടോ. അങ്ങനെ പ്രണവിന് അത് വീണ്ടും തൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ പ്രണവിന് അവളിപ്പം തന്നെ കല്യാണം കഴിച്ച കൊള്ളാം എന്നുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ പ്രണവിൻ്റെ പെരുമാറ്റം. ആ സമയം ഇങ്ങനെ കാണിക്കുന്നത് നിധിയാണ്. നിധി ഇങ്ങനെ വല്ലാത്ത ടെൻഷനിലാണ്. അപ്പോൾ പാറു പറയുന്നുണ്ട്, അവൾക്ക് എന്താ പറ്റിയതെന്നറിയില്ല ഗൗതം, അവൾ വല്ലാത്തൊരു ടെൻഷനിലാണ്, എന്താ സംഭവം എന്ന് നീ പോയി അന്വേഷിക്ക്, അവളെ കുറിച്ചുള്ള വിവരങ്ങൾ നീ തിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പാറു ഇങ്ങനെ ഗൗതമിനെ നിധിയുടെ അരികിലോട്ട് പറഞ്ഞയക്കണം കേട്ടോ. അപ്പോൾ നിധി ആണെങ്കിൽ ഒരു ഇരുട്ട് റൂമിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു സീനാണ്. അപ്പം നിധി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ ഗൗതം ചോദിക്കുക, തനിക്ക് എന്താടോ പറ്റിയതെന്ന് പറഞ്ഞ് ലൈറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഗൗതം പ്ലീസ് ഒന്ന് ലൈറ്റ് കെടുത്തു, എനിക്കിപ്പോൾ അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല, എന്തോ ലൈറ്റൊക്കെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, അതിന് മാത്രം എന്താടോ ഇവിടെ ഉണ്ടായത്, എന്താ പ്രശ്നം, തനിക്ക് തലവനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നവുമില്ല ഗൗതം, ഒന്ന് കിടക്കണം, അത്രേ, മനസ്സമാധാനത്തോടു കൂടി കിടക്കണം. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി തൻ്റെ ടെൻഷൻ്റെ കാരണം എന്തെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന നിധി ഒന്ന് പതറുകയാണ്. എന്ത് കാരണം എന്ന് ചോദിക്കുന്നു കേട്ടോ. ഐശ്വര്യവുമായി പ്രണവ് അടുക്കുന്നത് തൻ്റെ മനസ്സിനെ അങ്ങ് പിടിക്കുന്നില്ലല്ലേ.
അത് കേൾക്കുന്നതിനോട് കൂടി നിധി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഐശ്വര്യയുമായി ഞാൻ അടുക്കുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ എവിടെയിരുന്ന് ആരോ പറയുന്നതരുതെന്ന് അതിങ്ങനെ ഗൗതമിന് മനസ്സിലായി എന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, ഐശ്വര്യയുമായി നീ അടുക്കുമ്പോൾ നിൻ്റെ അമ്മാവൻ്റെ മകളുടെ കാര്യത്തെക്കുറിച്ച് ഇനി ആലോചിക്കുന്നു, ശിവാനിയുടെ കാര്യത്തെക്കുറിച്ച്. ശിവാനിയല്ലേ ഈ പറയുന്ന പ്രണവിൻ്റെ ജീവിതത്തിൽ വേണ്ടത്, അപ്പോൾ നീ അത് ചിന്തിക്കുന്നുല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഗൗതം ഈ വാക്കങ്ങ് പറയുമ്പോൾ നിധി അവിടെ നിന്ന് പതറുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അതൊന്നുമല്ല എന്ന് പറയണേ. നിധി, നീ വെറുതെ എന്നോട് കള്ളം പറയണ്ട. റോട്ടിൽ വെച്ച് ആ സംഭവം കണ്ടത് മുതൽ നീ ടെൻഷനാണ്, നിൻ്റെ മനസ്സിൽ ആ ഒരു ഇത് കൂടിയിരിക്കുന്നു മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം ആ മഹാസത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നിധി ഈ ഒരു അമ്മാവൻ ഇങ്ങനെ നിധിയോട് പറയുന്നുണ്ടല്ലോ ശിവാനിയുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കുക, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയവളത് തട്ടിത്തെറിപ്പിച്ച് കളയുന്നതിനെക്കുറിച്ച് കേട്ടോ. അപ്പോൾ അന്ന് രാത്രി നിധി ശിവാനിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ശിവാനി, ചെറുപ്പം മുതലേ നീ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ നീ എൻ്റെ അമ്മാവൻ്റെ മകളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ മറക്കാനും കഴിയില്ല. എനിക്ക് നിൻ്റെ ജീവിതം തകർക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിനക്ക് എത്ര നല്ലൊരു ജീവിതമാണ് കൈവെള്ളയിൽ വന്നത്, പക്ഷേ നീ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ നീ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു. നീ നിൻ്റെ അമ്മയുടെ പോലെ തന്നെ പണത്തിന് വേണ്ടി നീ ഓരോന്ന് ചെയ്യുമ്പോൾ ഈ പണം ഒരു കാലത്ത് പിണമായി മാറുന്നൊരു കാലഘട്ടം വരും, അത് നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ ഫോട്ടോ നോക്കി കരയുന്നത് ഗൗതം കണ്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഗൗതം ആ കഥ നിധിയോട് പറഞ്ഞു കൊടുക്കണം, നീ ഇത് ചെയ്തതല്ലേ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധി പറയാണ്, ഗൗതം എൻ്റെ മനസ്സ് നീ പറഞ്ഞതുപോലെ തന്നെ എനിക്കും എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു, വല്ലാത്തൊരു വിഷമമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഐശ്വര്യ നല്ല പെൺകുട്ടിയാണ്, ശിവാനിയൊക്കെ 101% അവൾ നല്ലതാണ്, പ്രണവിന് വേണ്ട ഒരു പെൺകുട്ടി തന്നെ, പ്രണവിൻ്റെ മനസ്സ് പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ അമ്മക്ക് വാക്ക് കൊടുത്തത് ആലോചിക്കുമ്പോൾ എനിക്കെൻ്റെ ശിവാനിയെക്കുറിച്ച് ചിന്ത വരുന്നു. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയണേ, എടോ താൻ ഒരു കാര്യം മനസ്സിലാക്ക്, ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരിക്കലും പ്രണവിൻ്റെ ജീവിതത്തിൽ വരില്ല. പിന്നെ ഇപ്പോൾ പ്രണവും അവളുമായി അടുക്കുന്നതോ അവരുടെ സ്നേഹം തുറന്നു പറയാൻ ശ്രമിക്കുന്നതോ അതൊരു നാടകം. എന്ത് നാടകം എന്ന് ചോദിക്കണം കേട്ടോ. അതേടോ, ഒരു നാടകമാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഞാൻ ഐശ്വര്യയെ വാടകയ്ക്ക് വിളിച്ചിരിക്കുകയാണ് പ്രണവിൻ്റെ കാമുകിയായി അഭിനയിക്കാൻ, പ്രണവിനോട് ഇന്ന രീതിയിൽ അഭിനയിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് കേൾക്കുന്നതിനോട് കൂടി എന്താ ഗൗതം ഈ പറയുന്ന? അതെ, ഞാൻ ഐശ്വര്യയെ നീ എന്നെ സ്നേഹിക്കുമ്പോൾ എന്തെല്ലാം ചെയ്തു കൂട്ടിയോ അതേ രൂപത്തിൽ തന്നെ പ്രണവും അവൻ്റെ ജീവിതത്തിലോട്ട് ഇവൾ ചെല്ലുന്നതായി അങ്ങ് കാണിച്ചു കൂട്ടിയാൽ പിന്നെ പ്രണയം അസ്ഥിക്ക് പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അത് കേൾക്കുന്നതിനോട് കൂടി ഗൗതം പറയാൻ, അവിടെയാണോ ട്വിസ്റ്റ്, അവിടെയാണ് ശിവാനിയെ ഒരു പെണ്ണാക്കി മാറ്റാൻ കഴിയുക. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവളുടെ ഭർത്താവിനെ ആയിരിക്കും. ശിവാനിക്ക് അവളുടെ ഭർത്താവിനെ ഇഷ്ടമൊക്കെ ഉണ്ടാവും, ഏതെങ്കിലും ഒരു കോണിൽ അവളുടെ പ്രണവിനെ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷേ വേറൊരുത്തി പ്രണവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹമെല്ലാം പുറത്തെടുക്കും. അന്ന് അവൾക്ക് പണവും പ്രതാപവും അല്ല വലുത്, തനിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ താലി കെട്ടിയ പുരുഷനാണ് വലുത് എന്നായിരിക്കും അവളുടെ ഉള്ളിൽ തോന്നുക. അതിനു വേണ്ടി ഞാൻ അവളെ ഒരു വാടകയ്ക്ക് വിളിച്ചിരിക്കുകയാണ്, പണം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അവളെ നീ എങ്ങനെയൊക്കെയാണോ എന്നെ പ്രേമിച്ചത് അതുപോലെ തന്നെ പ്രണവിൻ്റെ ഉള്ളിൽ ഒരു പ്രണയം പൂവിടിയിക്കലാണ് എൻ്റെ ഒരു തീരുമാനം. അങ്ങനെ പ്രണവ് ആ പെൺകുട്ടിയുടെ, അതായത് ഐശ്വര്യയുടെ പിറകെ നടക്കുമ്പോൾ ശിവാനിയെ മനഃപൂർവ്വം തള്ളിക്കളയുമ്പോൾ ശിവാനിക്കത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ശിവാനി നല്ലൊരു പെൺകുട്ടിയായി തിരികെ ഈശ്വരമംഗലത്തോട്ട് വരും. അങ്ങനെ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ പ്രണവിൻ്റേതായൊരു ജീവിതം ഞാൻ കണ്ടെത്തി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ഗൗതം ആ സത്യം ഇങ്ങനെ പറയാണ് കേട്ടോ നിധിയോട്. അത് കേൾക്കുന്ന നിധിക്ക് ഒരുപാട് സന്തോഷമാവണം. അങ്ങനെ നിധി ഗൗതമിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നീട് കുറേ അടികൾ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ എന്നോട് കൂടി പറയായിരുന്നില്ല, എൻ്റെ മനസ്സിൽ ഇപ്പോൾ കയറിയൊരു ടെൻഷൻ ഉണ്ടല്ലോ, ഞാൻ ആരുടെയൊക്കെ ജീവിതം തകർക്കുന്നു എന്നൊരു ടെൻഷൻ, അതൊരിക്കലും പാടില്ല. അങ്ങനെ ആരുടെയും ജീവിതം ഞാൻ തകർക്കൊന്നുമില്ല. എൻ്റെ അമ്മാവൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ്, പക്ഷെ അമ്മാവൻ്റെ സ്വഭാവം മകൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രണവും എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. പ്രണവിൻ്റെ ജീവിതവും എൻ്റെ അനിയത്തി കാരണം ശിവാനി കാരണം തകരരുത് എന്നൊരാഗ്രഹമുണ്ട്. ഇത് അവൾക്ക് കൊടുക്കുന്ന ഒരു
ചാൻസാണ്. അതായത് അവൾക്ക് വേണമെങ്കിൽ അവളുടെ പ്രണവിനെ വേണമെങ്കിൽ ഇനി ഇതിലൂടെ അവൾ എടുത്തോട്ടെ. അതല്ലെങ്കിൽ അവളൊരു നല്ല പെണ്ണാവുന്നില്ലെങ്കിൽ പിന്നീട് സ്നേഹബന്ധത്തിൻ്റെ വിലയൊന്നും ഞാൻ നോക്കില്ല, പ്രണവിൻ്റെ ജീവിതമാണ് ഞാൻ നോക്കുക എന്നൊക്കെ ശിവാനി പറയുന്നുണ്ട് കേട്ടോ.